നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ ചേച്ചി എന്തേ കാണിക്കുന്നേ? ഇത്രയും മുളക് പൊടിയിട്ട എരിഞ്ഞു ചാവില്ലേ? മഷ്റൂം കറി ദീപകിന്റെ ഫേവറേറ്റ് ആണെന്നല്ലേ അമ്മായി പറഞ്ഞത്? അവനെ നന്നായി എരിയട്ടെ. എരിഞ്ഞ് അവന്റെ കുടലിന്ന് പുക വരണം. ഓഡിറ്ററെ കൊണ്ടുവന്ന് രാജുവിനിട്ട് പണിയെടുക്കാൻ നോക്കിയതല്ലേ അവൻ. അവനെ ഇന്നൊരു പാഠം ഞാൻ പഠിപ്പിക്കും. അപ്പൊ എന്റെ കണക്കിൽ നീ ചെയ്തതും മോഷണവും ഒന്നാണ്. ദീപക്, നീ ആ വാക്ക് ഉപയോഗിച്ചത് ശരിയല്ല. വർഷങ്ങളായി എന്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത് രാജുവാണ്. ഇടയ്ക്കൊക്കെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ ഞാനും ചെക്ക് ചെയ്യാറുണ്ട്. കണക്കുകളിൽ ചെറിയ പാകപ്പിഴവുകൾ യാദൃച്ഛികമായി സംഭവിച്ചേക്കാം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആട്ടെ, നീ കണ്ടുപിടിച്ച മിസ്മാച്ചിങ്ങിൽ എത്ര രൂപയുടെ ക്രമക്കേടുകളാണുള്ളത്? കോടികൾ, ലക്ഷങ്ങൾ, അതോ ആയിരങ്ങളോ? ആയിരങ്ങൾ അല്ലേ? ഈ ആയിരങ്ങളുടെ ലാഭത്തിനായി നീ ചെലവാക്കിയ എനർജിയും സമയവും പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ചിരുന്നെങ്കിൽ നിനക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനായനെ. പ്രതാപ, കയ്യിൽ നിന്നും ചോർന്നു പോകുന്ന ആയിരങ്ങൾക്കും വിലയുണ്ട്. അത് വേണ്ട സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ ആളില്ലാതെ പോയാലേ അതേ ദ്വാരത്തിലൂടെ ലക്ഷങ്ങളും അതുപോലെ കോടികളും നഷ്ടമായിരിക്കും. എത്ര തന്നെ നീ നിന്റെ വിശ്വസ്തന് വേണ്ടി വാദിച്ചാലും നിന്റെ വിശ്വസ്തൻ ചെയ്തത് തെറ്റ് തന്നെയാ. തെറ്റ് ചൂണ്ടിക്കാണിച്ചത് ആരായാലും അവർ പ്രശംസ അറിയിക്കുന്നു. രാജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി. രാജുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാം. മിസ്റ്റേക്ക് ആർക്കും സംഭവിക്കാവുന്നതാണ്. അതിന് ഇത്രയും സംസാര വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ രാജുവിനും മിസ്റ്റേക്ക് സംഭവിക്കുമെന്ന് നീ സമ്മതിക്കുന്നു അല്ലേ? എങ്കിലിനി അക്കൗണ്ട്സ് ദീപക് നോക്കട്ടെ, അതല്ലേ ശരി? രാജുവിനെ ഇവര് മനഃപൂർവ്വം പ്രശ്നത്തിലാക്കുക. ദീപകിന് മിസ്റ്റേക്ക് സംഭവിച്ചില്ലെന്ന് ചേച്ചിക്ക് ഉറപ്പാണോ? അക്കൗണ്ട്സ് മാത്രമല്ല രാജു കൈകാര്യം ചെയ്യുന്നത്. രാജു കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലയിലും ദീപക് അന്വേഷണം നടത്തിയതിന്റെ ഫലമായിട്ടാവും അക്കൗണ്ട്സിലെ ചെറിയ മിസ്റ്റേക്ക് ദീപക് കണ്ടുപിടിച്ചത്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ ദീപക്? ഇല്ല അമ്മാവ. രാജു എന്റെ വിശ്വസ്തന. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. വർഷങ്ങൾ കൊണ്ട് രാജു നേടിയെടുത്ത സ്ഥാനമാണത്. അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത്രയൊക്കെ ആർഗ്യുമെന്റ്സ് ഇവിടെ നടന്നിട്ടും രാജു ഒന്നും സംസാരിച്ചിട്ടില്ല. അതാണ് രാജുവിന്റെ ക്വാളിറ്റി. രാജുവിന്റെ ക്യാരക്ടർ അതിനൊരിക്കലും ഒരു മാറ്റവും വരില്ല. ഓഡിറ്റർ, താങ്കൾക്ക് പോവാം. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു. ഇനി ഇതിന്റെ പേരിൽ ഒരു ചർച്ചയില്ല. അക്കൗണ്ട്സ് രാജു തന്നെ നോക്കും. എനിക്കതാണ് കംഫർട്ടബിൾ. ശരി സർ. രാജു, മെഡിക്കൽ കോളേജ് ഇനോഗ്രേഷൻ എത്ര മണിക്കാ?
11:30 സർ. അപ്പോ നമുക്കിറങ്ങാൻ സമയമായി. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ പ്രതാപ. വേണ്ട ചേച്ചി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അത് ശരിയാവില്ല. എന്തൊക്കെ കാര്യങ്ങള് ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും നിന്റെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഞാനാ. നീ കഴിച്ചിട്ട് പോയാ മതി. ഒരു 2 മിനിറ്റ് ഇരിക്കെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? റെഡിയായി മാഡം. അല്ല, നീ ഇതെന്താ ഉണ്ടാക്കുന്നേ? മാഡം, ഇത് ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് മഷ്റൂം കറി ഉണ്ടാക്കിയതാ. മഷ്റൂമോ? മഷ്റൂം ദീപകിന്റെ ഫേവറേറ്റാ. ദാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് മാഡം. തരക്കേടില്ലല്ലോ. അതെ, അപ്പുറത്ത് കുറച്ച് ജോലിയുണ്ട്. നീ ഒന്ന് വന്നേ, അത് അടച്ചു വെച്ചോ. അപ്പു വാ. അപ്പു വാ. നല്ല സ്വാദുണ്ട്. പക്ഷേ എന്തിന്റെയോ അല്പം കുറവുള്ളതുപോലെ. അല്ല, ചേച്ചി എന്ത് ചെയ്യാൻ പോവാ? പറയാം. അയ്യോ, ചേച്ചി എന്തേ കാണിക്കുന്നേ? ഇത്രയും മുളക് പൊടിയിട്ട എരിഞ്ഞു ചാവില്ലേ? മഷ്റൂം കറി ദീപകിന്റെ ഫേവറേറ്റ് ആണെന്നല്ലേ അമ്മായി പറഞ്ഞത്? അവനെ നന്നായി എരിയട്ടെ. എരിഞ്ഞ് അവന്റെ കുടലിന്ന് പുക വരണം. ഓഡിറ്ററെ കൊണ്ടുവന്ന് രാജുവിനിട്ട് പണിയെടുക്കാൻ നോക്കിയതല്ലേ അവൻ. അവനെ ഇന്നൊരു പാഠം ഞാൻ പഠിപ്പിക്കും. അപ്പൊ രാജു, നീ ഇരിക്ക. വേണ്ട സർ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ. ഏയ്, മോൾ അവിടെ ഇരിക്കുക. ദൈവം തമ്പുരാൻ വന്നാ പോലും ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എണീക്കരുത്, മനസ്സിലായി? കഴിക്ക. ഇരിക്കെ. മാഡം, സാറ് പറഞ്ഞത് കേട്ടില്ലേ മാഡം? ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേക്കുന്നത് ദൈവം നിന്നെയാണ്. രിതിക മാഡത്തിനും അത് ബാധകം തന്നെയാ. മാഡം അവിടെ ഇരുന്ന് ആഹാരം മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേക്കാവൂ. ഇരിക്കും മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.